ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. വാദ്യവിസ്മയം തീർത്ത് പ്രായാധിക്യത്തെ വകവയ്ക്കാതെ പഞ്ചവാദ്യത്തിലെ മദ്ദള കുലപതി ചെറുപ്പളശ്ശേരി ശിവൻ. വാദ്യവിസ്മയം തീർത്ത് പ്രായാധിക്യം വകവയ്ക്കാതെ പഞ്ചവാദ്യത്തിലെ മദ്ദള കുലപതി ചെറുപ്പളശ്ശേരി ശിവൻ. പ്രായാധിക്യം വകവയ്ക്കാതെ പഞ്ചവാദ്യത്തിലെ മദ്ദള കുലപതി ചെറുപ്പളശ്ശേരി ശിവൻ ആറ്റൂർ ദേശത്തിനായി ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരാഘോഷത്തിൽ പഞ്ചവാദ്യത്തിൽ കൊട്ടിക്കയറിയപ്പോൾ കാണികൾക്കും ആവേശമായി. കമ്മിറ്റി ഭാരവാഹികളും ആരാധകരും ചേർന്നാണ് അദ്ദേഹത്തെ വരവേറ്റത്. 78 വയസ്സ് എത്തി നിൽക്കുന്ന ഇദ്ദേഹം 27 കിലോ ഭാരമുള്ള മദ്ദളം അരയിലിട്ട് തന്റെ മാതൃക കൈകൾ കൊണ്ട് മദ്ദളത്തിൽ കൊട്ടിയപ്പോൾ ആവേശ കൊടുമുടിയിലായിരുന്നു പൂരാഘോഷം. ആയിരത്തി 1947 ചെറുപ്പളശ്ശേരി അപ്പുണ്ണിനാരുടെയും മാതാവ് അമ്മുടെയും 6 മക്കളിൽ മൂത്ത മകനായി ജനിച്ചു. 7ാമത്തെ വയസ്സിൽ മുത്തച്ഛൻ കുഞ്ഞൻ നായരുടെ കീഴിൽ മദ്ദളം അഭ്യസിക്കാനായി ചേർന്നു. 8ാം വയസ്സിൽ ഗാന്ധി സേവാ സഭയിൽ പഠിച്ച് 12ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് അങ്ങോട്ട് വിവിധ ആശാന്മാരുടെ കീഴിൽ പഠിക്കുകയും ഇതിനോടൊപ്പം തന്നെ വിവിധ കഥകളിയിലും പങ്കെടുത്തു. തുടർന്ന് കലാമണ്ഡലത്തിൽ അധ്യാപകനായും HOD-ആയും സേവനമനുഷ്ഠിച്ചു. കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും മദ്ദളത്തിന്റെ കുലപതിയായി ജനങ്ങൾ ഏറ്റെടുത്തു. മദ്ദളം കൊട്ട് തുടങ്ങിയത് 8ാമത്തെ വയസ്സിൽ. ആദ്യം ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ അടിയന്തരം കഴിച്ച് 8.5 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗാന്ധി സേവാ സദനത്തിൽ കഥകളി കൊട്ടിന് ചേർന്നു. അങ്ങനെ അവിടെ 4-5 കൊല്ലം കഥകളി കൊട്ട് പഠിച്ച് പുറത്തിറങ്ങി. അങ്ങനെ അന്ന് മുതൽ കൊട്ടാൻ തുടങ്ങി. അങ്ങനെ 10-15 വയസ്സ് കാലത്ത് വരെ ഞാൻ കഥകളിക്ക് കൊട്ടിക്കഴിഞ്ഞ് പിന്നെ പഞ്ചവാദ്യം പഠിച്ചു. പഞ്ചവാദ്യം ആദ്യം പഠിച്ചത് പാലൂർ അച്യുതനായരും അലനല്ലൂർ കൃഷ്ണൻകുട്ടി നമ്പീശനും ഈശ്വരവാര ആശാനും കൂടി ആണ് എന്നെ പഠിപ്പിച്ചത്. പിന്നെ പഠിച്ചത് പഞ്ചവാദ്യത്തിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം കിട്ടിയത് തിച്ചൂർ മണിയമ്മണിക്കരിരുന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് 2-3 കൊല്ലം പഠിച്ച് അത് കഴിഞ്ഞ് ഊളിമനക്കൽ ആറാം നമ്പരാൻ്റെ ആവശ്യപ്രകാരം ഞാൻ കുളമങ്കത്ത് നാരായണനാരാശാൻ്റെ അടുത്ത് 3-4 കൊല്ലം പഠിച്ചു. പഠിപ്പ് കഴിഞ്ഞാൽ വർഷക്കാലത്ത് പഠിക്കും, വേനൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൊട്ടും. അങ്ങനെ പഞ്ചവാദ്യത്തിന് കൊട്ടി പീതാംബരന്മാരും മുതലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ എനിക്ക് ഭാഗ്യത്തിന് കൊട്ടാൻ തരായി. കൃഷ്ണൻകുട്ടികളുടെ കൂടെയൊക്കെ കഥകളിക്കും കൊട്ടാൻ തരായി. അങ്ങനെ അനവധി ആൾക്കാരുടെ കൂടെ വലിയ വലിയ മഹാന്മാരുടെ കൂടെ കൊട്ടാൻ ഭാഗ്യമുണ്ടായി. ഇതിനിടെ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഇംഗ്ലണ്ട്, തായ്ലാന്റ്, ദുബായ്, ബഹ്റിൻ, ഖത്തർ അങ്ങനെ നീണ്ടുപോകുന്ന നിരവധി വിദേശ രാജ്യങ്ങളിൽ തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരം ലഭിച്ചു. അതിനോടൊപ്പം കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തി. എൻ്റെ അടുത്ത് ഒരു 100 ചില്ലാനം ആൾക്കാർ കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ കുറേ ആൾക്കാർ കൊട്ടിക്കൊണ്ട് നടക്കേണ്ട കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്തു. അവരെയൊക്കെ 3-4 ആളെ ദുബായിക്ക് അയച്ചു, 2 ആളെ സ്റ്റേറ്റ് ബാങ്കിലാക്കി. അതുപോലുള്ള വെറുതെ നടക്കാൻ സമ്മതിക്കില്ല, ഫീസ് വാങ്ങാറില്ല, ആരിൽ ഫീസ് വാങ്ങാറില്ല. അതിന് കാരണം എൻ്റെ അമ്മയുടെ അച്ഛനായ മുത്തച്ഛൻ മദ്ദളക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഇത് വിലമതിക്കാത്തതാണ്, ഇതിന് ഫീസ് വാങ്ങരുത് എന്ന് എന്നോട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പ്രകാരം ഇതുവരെ പഠിപ്പിച്ചു. ഇപ്പോൾ
കേൾവിക്ക് ലേശം കമ്മി ആയതുകൊണ്ട് പഠിപ്പിക്കൽ തൽക്കാലം നിർത്തിയിരിക്കണം. വീട്ടിലുണ്ടായിരുന്നു ഒരു കളരി, പിന്നെ കളരിയായിട്ട് വേറെ ഒരു വീട് വേറെയുണ്ട്. അങ്ങനെ കുട്ടികൾ പഠിച്ച് ഒക്കെ കൊട്ടാറായിട്ടുള്ള പിള്ളേരാണ്. ഇപ്പോൾ കാണുന്ന ഒരുവിധം കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളാണ്. ഇപ്പോഴത്തെ അതിൽ പഠിച്ചുള്ള ഇന്ന് പഠിച്ച കുട്ടികളാണ് പിന്നത്തെ കുട്ടികൾ. അനവധി കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരിൽ, എന്നെ പഠിപ്പിച്ച ആൾക്കാരിൽ എൻ്റെ മുത്തശ്ശൻ തന്നെയാണ് പ്രധാനപ്പെട്ട ആള്. 31 വയസ്സിൽ സഹധർമ്മിണി വിജയകുമാരിയെ വിവാഹം കഴിച്ചു. 2 മക്കൾ. മകൻ ഹരിഹരൻ കലാമണ്ഡലം HOD പ്രവർത്തിക്കുന്നു. മകൾ ചളവ സ്കൂളിലെ അധ്യാപികയാണ്. CCV ന്യൂസ്, ചേലക്കര.